എസ്.കെ. വയനാട് വള്ളിയൂർക്കാവിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ച സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തുന്നു. അപകട സ്ഥലത്ത് നിന്ന് പോലീസ് ജീപ്പ് മാറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. അപ്പോൾ അതിന്റെ കുറച്ച് പ്രതികരണങ്ങൾ ആദ്യം ഒന്ന് കാണാം. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ഒരു കാരണവശാലും RDO വന്ന് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ ഡീറ്റെയിൽസ് പറയാണ്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല. ഒന്നും ഒരു മാറ്റം 10 മിനിറ്റ് കൂടെ ആയില്ലോ വണ്ടി കൊണ്ട് വണ്ടിയുടെ ഡ്രൈവർ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. വണ്ടിന്റെ ടയർ കണ്ടു നിങ്ങളുടെ വണ്ടിന്റെ ടയർ ഇത് റോഡിൽ നമുക്ക് എന്താ ചെയ്യാൻ ടയർ എടുക്കാൻ? ഇവിടെ അവിടെ ആ വളവ് മുതൽ ഇങ്ങോട്ട് കയറുന്ന വണ്ടികൾക്കൊന്നും ഒന്നും കാണൂല, അവിടുന്ന് വരുന്ന വണ്ടികളൊന്നും കാണൂല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് സമയം ആക്സിഡന്റ് തന്നെയാണ്, ഫുൾ ടൈം ആക്സിഡന്റ് തന്നെയാണ്. രാത്രിയൊക്കെ സമയത്ത് വരുന്ന വണ്ടികളുടെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ കണ്ണും തള്ളി അതേപോലത്തെ വരുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്ന വിവരങ്ങളുമായി. സുർജിത്ത്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഈ വാഹനത്തിന്റെ കാലപ്പഴക്കം അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് നാട്ടുകാരുടെ സംശയം. ഹാഷ്മി, ഈ വാഹനത്തിന്റെ ടയറുകൾ പൂർണ്ണമായും അതിന്റെ നൂലുകൾ വന്ന നിലയിലാണ് ടയറുകൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ആളുകളെ പ്രകോപിപ്പിച്ചത്. മാത്രമല്ല, ആ പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ ഇല്ല, പൊടുന്നനെ മൂന്നും കൂടിയ വഴിയാണ്. പെട്ടെന്ന് വാഹനങ്ങൾ വന്ന് അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിത്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും എല്ലാവരും പരാതികൾ പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് കാര്യക്ഷമമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. വേഗത്തിൽ തന്നെ ഈ അപകടമുണ്ടായി മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെ വേഗത്തിൽ ക്രെയിൻ എത്തി വാഹനം മാറ്റാനുള്ള ശ്രമമാണ് ഉണ്ടായത്. പക്ഷേ അത് മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ആ വാഹനത്തിന്റെ ഫിറ്റ്നസ്, അതായത് അത് പഴക്കമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ടയറിന്റെ കാര്യത്തിലാണ് ആളുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ആ ടയർ പൂർണ്ണമായും ആ ടയറിനെ സംബന്ധിച്ച് ടയർ ഒരിക്കലും ഉപയോഗയോഗ്യമല്ലാത്ത വിധത്തിൽ അത്തരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ടയറാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വഴി തുറക്കാനുള്ള കാരണം. RDO സ്ഥലത്തെത്തണം, അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണം. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ആ ടയർ അങ്ങേയറ്റം തേഞ്ഞ് മുട്ടയായി അതിന്റെ ഈ പറയുന്ന സാധനമൊക്കെ പുറത്തു വന്നു. എസ്.കെ. പറഞ്ഞു ആ നൂലും ചരടൊക്കെ പുറത്തു വന്നു. സർക്കാർ വകുപ്പുകളുടെ കാര്യക്ഷമത, അവരുപയോഗിക്കുന്ന വാഹനത്തിന്റെ, നേരത്തെ ഒരു ചെറുപ്പക്കാരൻ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വാഹനം തടഞ്ഞ് ചോദിച്ചതാണല്ലോ. അപ്പോൾ അതിന് സമാനം ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തെങ്കിലും ഇത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ, കണ്ടീഷൻ ഇല്ലാത്ത വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ വേറെ നാട്ടുകാരും പറയുന്നുണ്ട് അവിടെ അപകടങ്ങൾ പതിവ് സ്ഥലം പറയുന്നു. എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് കണ്ടു. ഒരു പാമ്പ് പിടിച്ചാൽ മരിച്ചു. എസ്.കെ.